ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ രണ്ടാം സ്റ്റേജ് പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കീയിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആലപ്പുഴയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. മൂന്നാമത്തെ ചോദ്യം, 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മോഹൻലാലാണ്. നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഷുഗർ ഷോട്ട് കറണ്ട് അഫെയർ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് 2023 അവാർഡ് ഏത്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ കൂട്ടുകാർക്കെല്ലാം അത് ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മോഹൻലാൽ. നാലാമത്തെ ചോദ്യം, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. വി ടി ഭട്ടതിരിപ്പാട്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കറണ്ട് അഫെയർ ആണ്. ഓപ്ഷൻ സി ആണ്. ഡോക്ടർ എ ജയതിലക് IAS ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ഡോക്ടർ എ ജയതിലക് ആണ്. ആറാമത്തെ ചോദ്യം, ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണനാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആറിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ വി നാരായണനാണ്. ഏഴാമത്തെ ചോദ്യം, ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി August 29 ആണ്. എട്ടാമത്തെ ചോദ്യം, സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, അതുപോലെ തന്നെ ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, അതുപോലെ തന്നെ ചണ്ടാല പിശുകി കുമാരനാശാൻ, അതുപോലെ തന്നെ കൃഷ്ണഗാഥ ചെറുശ്ശേരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1D 2A 3B 4C ആണ്. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി സജി ചെറിയാനാണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഫട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി രാജസ്ഥാനാണ് കേട്ടോ. ഓപ്ഷൻ ഡി രാജസ്ഥാനാണ്. 12ാമത്തെ ചോദ്യം, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 146 ആണ് കേട്ടോ. ഇനി 13ാമത്തെ ചോദ്യം, ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സംവാദ് കൗമുദി. 14, താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പരുത്തിയാണ്. 15, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ തജിക്കിസ്ഥാനാണ്. 16ാമത്തെ ചോദ്യം, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഷിപ്കില ചുരമാണ്. 17ാമത്തെ ചോദ്യം, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയായുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 3 ശരി എന്നുള്ള. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കാരക്കോറം പർവ്വതനിരയിൽ ഗോഡ്വിൻ ഓസ്റ്റൻ സ്ഥിതി ചെയ്യുന്നത് ശരിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ, അതും ശരിയാണ്. അപ്പോൾ 1, 3 ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 17ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ശരി. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ശരിയാണ്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം, കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ശബരി, ഇന്ദ്രാവതി. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ ഏതാണ്? ഉപദ്വീപിയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അത് ശരിയായിട്ടുള്ള. അപ്പോൾ 1, 3 ശരി. ഓപ്ഷൻ സി ആണ്. 18ൻ്റെ ആൻസറും ഓപ്ഷൻ സി 1, 3 ശരി എന്നുള്ളതാണ്. 1, 3 ശരി എന്നുള്ളതാണ്. ഇനി 19ാമത്തെ ചോദ്യം, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ ബി അല്ല ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സുന്ദർഗഡ് ആണ് കേട്ടോ. 19ൻ്റെ ആൻസർ ഓപ്ഷൻ എ സുന്ദർഗഡ് ആണ്. 20ാമത്തെ ചോദ്യം, ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കേരളമാണ് കേട്ടോ.
21 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1951 മുതൽ 1952 വരെ. 22ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാമായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ മൂന്നാമത്തെ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഫസൻ അലി, PM പണിക്കർ, HN ഖുസ്രു. അതായത് ഓപ്ഷൻ സി 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 22ൻ്റെ ആൻസർ ഓപ്ഷൻ സി 3 ആണ്. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് 23ാമത്തെ നോക്കാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് കുണ്ട്ര വിളംബരം, അതിനുശേഷം മലയാളി മെമ്മോറിയൽ, അതിനുശേഷം മാപ്പിള ലഹള, അതുപോലെ തന്നെ അവസാനം വൈക്കം സത്യാഗ്രഹം. ഓപ്ഷൻ ഡി ആണ്. 1, 4, 3, 2 കേട്ടോ. 24ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പരിവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതിക്ക് രൂപീകൃതമായി. ശരിയാണ്. 1969 ISRO രൂപീകരിച്ചത്. ശരിയാണ്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. തെറ്റായിട്ടുള്ളതാണ്. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അപ്പം അതും ശരിയാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ട് വരുന്നത്. 24ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 25 സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണെന്ന് നോക്കാം. അപ്പോൾ ഏത് ശരിയായിട്ടുള്ളത് ഞാൻ പറയാം. അതായത് ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, അതും ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, രണ്ടും ശരിയാണ്. അതുപോലെ തന്നെ സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക, അപ്പം ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് ഓപ്ഷൻ സി ആണ്. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 ആണ് വരുന്നത്. അതായത് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് 26ൻ്റെ. ഇനി നമുക്ക് 27 നോക്കാം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം എന്നാണ് ചോദിച്ചത്. ആരെല്ലാമാണ്? നമ്മുടെ CR ദാസും അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റുവാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ് 27ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 28 സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആൻസർ ഓപ്ഷൻ സി DK കാർവെയാണ്. 29 സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിന് നിർണായക പങ്കുവഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചതാരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. അബനീന്ദ്ര ടാഗോറാണ്. ഈ 30ാമത്തെ ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1878. 31 ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 51 AA വകുപ്പിലാണ്. 32ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. 1896 കൽക്കത്ത സമ്മേളനത്തിന് വെച്ച്. 33 അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 16ാം വകുപ്പാണ്. 34ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, നോട്ട് ചെയ്താണ് തെറ്റായ പ്രസ്താവന എന്നുള്ളത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ്. അതായത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. പഠിച്ചു നോക്കണം. 34ൻ്റെ ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ്. 35ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നുള്ളതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ശരിയായിട്ടുള്ളതാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷൻ അധികാരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രസ്താവനകൾ ശരിയാണ്, 2 തെറ്റാണ്. 35ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 36 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതി. 37 മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതെന്ന് നോക്കാം നമുക്ക്. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് 352ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്
ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ് കേട്ടോ. 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. നമുക്ക് അടുത്ത് നോക്കാം. 38ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005-ന്റെ 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 മാത്രം, അതായത് 2 മാത്രമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 39 നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2, 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ഡി ആണ്. 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. 40ാമത്തെ നോക്കാം. ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചതെന്നാണ്. 1950. ഓപ്ഷൻ സി 1950 ജനുവരി 24-നാണ്. 41ാമത്തെ ചോദ്യം, കേരള കായിക ദിനം എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 13-നാണ്. ഒക്ടോബർ 13. 42 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി പള്ളിവാസലാണ്. 43 കേരളത്തിലെ നിത്യഹരിതവനം ഏതാണ്? ഓപ്ഷൻ എ സൈലന്റ് വാലി. 44 കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വി വിശ്വനാഥനാണ്. 45 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. 46 ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പമ്പയാണ്. 47 കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പലാണ്. 48 കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ പെരിയാറാണ്. 49 കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഓപ്ഷൻ എ മംഗളവനമാണ്. 50 വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. 51 ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ അതിൻ്റെ ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു എന്നുള്ളത് ഇത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പം 51ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 52 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ എ കുമാര ഗുരുദേവനാണ്. 53 1615 കേരളത്തിലെത്തിയ സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി വില്യം കീലിംഗ് ആണ്. 54 വയനാട്ടിലെ കുറിച്യ കലാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. അപ്പം ഇതിനകത്തെല്ലാം ശരി ഉത്തരങ്ങളാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ അമിത നികുതി ഉയർത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, അതുപോലെ നികുതി അടയ്ക്കാൻ കഴിയാത്തവർ കൃഷിഭൂമി പിടിച്ചെടുത്തു. അപ്പോൾ ഓപ്ഷൻ 4 ആണ്, അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4 ആണ്, അതായത് എല്ലാം ശരി ഉത്തരങ്ങളാണ്. 55 തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ്. ഓപ്ഷൻ ബി 1865 ആണ്. 56 കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് നെടുങ്ങാടി ബാങ്ക്. അപ്പു നെടുങ്ങാടിയുടെ ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്കാണ്. 56 ഓപ്ഷൻ ഡി ആണ്. 57 താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം എന്നാണ്. ഇതിനകത്ത് ബന്ധമില്ലാത്ത സംഭവം ഓപ്ഷൻ ഡി ആണ്. 1936 ഇലക്ട്രിക് സമരം. 58 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണെന്നാണ്. ഓപ്ഷൻ ബി കെ കേളപ്പനാണ്. 59 ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി വടകരയാണ്. 60ാമത്തെ ചോദ്യം, 1921 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷനാരായിരുന്നു? ഓപ്ഷൻ എ ടി പ്രകാശനാണ്. 61 മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഓപ്ഷൻ ബി നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളാണ്. 62 മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴത്ത് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ലിംഫ് കൊഴുപ്പിൻ്റെ ദഹന ഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. 63 മഴക്കാലത്തെ വ്യാപകമായി കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗ്ഗം തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ കൊടുത്തവയെല്ലാം ഫലപ്രദമായ മാർഗ്ഗങ്ങളാണ് കേട്ടോ. ഓപ്ഷൻ ഡി 63ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 64 പുല്ല്, മാന്, കടുവ, കഴുകൻ ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരെന്നാണ് വെച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കഴുകനാണ് കേട്ടോ. കഴുകൻ. 65 വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ ജന്തുക്കളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ ഡി IUCN ആണ്. 66 പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ സി ആണ്. 67 കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ളത് തീരപ്രദേശത്തെ മണ്ണ് പിടിച്ച് നിർത്തുന്നു, സുനാമിയെ തടയുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ആയിട്ട് വരുന്നത്. 68 കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണോ? ആൻസർ ഓപ്ഷൻ എ വിജാഗിരി സന്ധിയാണ്. 69 ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ണൂരാണ്. 70ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി കോളറ, ടൈഫോയിഡ് ആണ്. 71 താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്.
72 പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഐസോപ്രിൻ ആണ്. 73ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് വരുന്നത്. 74ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ താപനില എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 75 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ്. 76 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. അതുപോലെ തന്നെ ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അപ്പോൾ 76ന് ആൻസർ ഓപ്ഷൻ എ ആണ്. 77 ഒരു സമതല ദർപ്പണത്തിൽ ഒരു വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായി വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, പാർഷിക വിപരീയം ആണ്. 78 പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഓപ്ഷൻ ബി ജൂളാണ്. 79 വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വൈദ്യുതോർജ്ജം ഇൻറ്റു യാന്ത്രികോർജ്ജമാണ്. 80 താഴെ തന്നിരിക്കുന്നതിൽ ഐരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്ത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉത്പാദനമാണ്. ഇനി മാത്സ് ആണ് ആൻസർ പറഞ്ഞുകൊണ്ട് 81ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ എ 30 ആണ് വരുന്നത്. 83ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് അടുത്തത് 84ാമത്തെ ചോദ്യം. 84ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ കിഴക്കാണ് വരുന്നത്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ സി റൂട്ട് 73 ആണ് വരുന്നത്. 86ൻ്റെ ആൻസർ ഓപ്ഷൻ എ 8.25 ആണ്. 87ൻ്റെ ആൻസർ 5/6 ആണ്, 5/6 ആണ് വരുന്നത് കേട്ടോ. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 88ൻ്റെ ആൻസർ ഒരു മിനിറ്റ് 88ൻ്റെ ആൻസർ 88ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 13 ആണ്. ഓപ്ഷൻ ബി 13 ആണ് 88ൻ്റെ ആൻസർ വരുന്നത്. 89ൻ്റെ ആൻസർ ഓപ്ഷൻ സി 95 ആണ് വരുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ എ 24 സെക്കൻഡും. 91ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി YLLP ആണ് വരുന്നത്. 92ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 17 ആണ് വരുന്നത്. 93ൻ്റെ ആൻസർ ഓപ്ഷൻ സി 2 മണിക്കൂർ 30 മിനിറ്റ് ആണ്. 94ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 12 ആണ് വരുന്നത്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 125 ആണ്. 96 ഓപ്ഷൻ ബി 2/3 ആണ് വരുന്നത്. 97 ഓരോ ആപ്പിളിന് ഓപ്ഷൻ എ ആണ് ആൻസർ. ഓരോ ആപ്പിളിനും അയാൾക്ക് 0.83 രൂപ ലാഭം കിട്ടുന്നു. 98ൻ്റെ ആൻസർ ഓപ്ഷൻ സി 51.25 കിലോഗ്രാം. 99ൻ്റെ ആൻസർ ഓപ്ഷൻ സി 60 ആണ് വരുന്നത്. 100ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 7 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ആൻസർ കീയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പരീക്ഷ എഴുതിയ കൂട്ടുകാർ എത്ര മാർക്ക് ഈ ഒരു ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എങ്ങനെയുണ്ട് പരീക്ഷ എന്നുള്ളത് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.